ഹലോ ഗൈസ്, കിങ് ഓഫ് ഡ്രീംസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ കൂടെ ഉള്ള ആളവിടെ പോയി ഇങ്ങോട്ട് പോടാ, വ്ളോഗ് എടുക്കല്ലേ. നീ ഇവിടെ പോയി കിടക്കുന്നു ആരാധകരെ ശല്യോടെ ഒരു സ്കിറ്റല്ലടാ കളിച്ചോള്, നീ ഇവിടെ നില്ലേ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ നമ്മൾ സീസൺ 2 നമ്മളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടെ. അപ്പോൾ അതിനെപ്പറ്റി പറയാനൊക്കെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളെ കാണുന്നത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, പക്ഷേ ഏറ്റവും വലിയ നമ്മൾ ഡ്രീമായിട്ടുള്ള കാര്യത്തിലാണെന്നല്ലേ നമ്മൾ പോയത്. അതേപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് പോയത്, ആരൊക്കെയാണ് വീഡിയോ അയച്ചു കൊടുത്തത്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുത്തത്, കാര്യങ്ങളൊക്കെ പറയാനാണ്, അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മളിന്ന് പറഞ്ഞ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി നമ്മളെങ്ങനെ അവിടെ കണ്ടസ്റ്റൻ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യം എൻ്റെ കൂടെ ഉള്ള ആളിയാ എൻ്റെ പേര് ജിഷ്ണു. നീ എന്നെ പറയാം. ബമ്പർച്ചിരി തുടങ്ങിയ സമയം തൊട്ടേ എനിക്ക് അതിനകത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വീഡിയോ എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. അപ്പോഴത്തേനും അവന് ഗൾഫിൽ കയറി പോകുന്നൊരു സാഹചര്യം വന്നായിരുന്നു. അങ്ങനെ അവൻ കയറി പോയി. പിന്നെ എനിക്ക് പേരായിട്ട് ആരും കിട്ടിയില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ശ്രമിച്ച് കുറേ നാളങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കിട്ടി. നമ്മളൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേനും വിളിച്ചിട്ട് പറഞ്ഞ് സെലക്റ്റായി. അവിടെ ചെന്ന് ഡയറക്ടറിന് മുമ്പ് നമുക്ക് കളിച്ച് കാണിക്കണം എന്തായാലും. അങ്ങനെ അവിടെ ചെന്ന് കളിച്ച് കാണിച്ചു. പക്ഷേ നമ്മളെ നിർഭാഗ്യം എന്ന് പറയാൻ നമുക്കന്ന് സെലക്ട് ആയില്ല. അവിടെ ചെന്ന് കളിച്ച് കാണിച്ചപ്പോൾ സെലക്ട് ആയില്ല. അന്ന് ഭയങ്കര വിഷമത്തോടുകൂടി നമ്മൾ തിരിച്ചു വന്ന് പിന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുക്കാനും എല്ലാത്തിനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ രണ്ടുപേർക്കും ഒന്നിനും പറ്റിയില്ല. കറക്റ്റ് ഒരു വർഷം തികഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ അടുത്ത വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അത് സെലക്റ്റായി. അവിടെ ചെന്ന് ഡയറക്ടർ സാറിൻ്റെ മുമ്പ് കളിച്ച് കാണിച്ച് അതും സെലക്റ്റായി. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞും നമുക്ക് ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം പക്കയായി. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ സാർ രഞ്ജിത്ത് സാർ സത്യം പറയാലോ, സാറ് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ട്. എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ഇന്നത് കണക്ക് കയറ്റി കഴിഞ്ഞാൽ പുള്ളിയിൽ സാധാരണക്കാരൻ്റെ ഒരു പരിപാടി എന്ന് തുടങ്ങി ഈ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂമേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും അതേപോലെ ഒരുപാട് ഏതൊക്കെ ആൾക്കാരുണ്ടോ എല്ലാവരും നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. നമ്മളെ മുമ്പ് വീഡിയോ ചെയ്ത എല്ലാവർക്കും, അവിടെ പോയി ചെയ്ത എല്ലാവർക്കും അറിയാം, ഭയങ്കര സപ്പോർട്ടായിരിക്കും. കാരണം ഞാൻ ഇതിനകത്ത് എത്തിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി തുടങ്ങിയ ആ ടൈം മുതൽ എനിക്കിതിനകത്ത് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അന്ന് ഞാൻ ഗൾഫിലായിരുന്നു ആ ടൈമിൽ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ആദ്യം ഒരാളെയും കൊണ്ട് പോയി. അവിടെ ആദ്യ തവണ പോയപ്പോൾ സെലക്ട് ആയി. പക്ഷേ പുള്ളിക്കാൻ എന്തൊരു സാഹചര്യം കൊണ്ട് പുള്ളിക്കാൻ അവിടെ നിൽക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വന്ന് അന്ന് ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് ഇട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമായി. ഇത്രയും ഒരു പടിവാതിക്കൽ വരെ വന്നിട്ട് അവസാനം കല ഉടയ്ക്കുന്ന രീതിയിലായിപ്പോയി. അങ്ങനെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ കൂട്ടുകാരൻ അൻഹരി. അവനാണ് ഞങ്ങൾക്ക് എല്ലാ വീഡിയോ, നമ്മൾ സ്ക്രിപ്റ്റ് ആയാലും കാര്യങ്ങളെല്ലാം എഴുതി തരുന്ന അവനാണ്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു, അവൻ ഇങ്ങനെ കൂടെ നിൽക്കുന്നില്ല, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അവൻ്റേതായ ചിലപ്പോൾ പ്രോബ്ലംസ് വീട്ടിലൊക്കെ കാണും, അപ്പോൾ അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ, ഒന്ന് എന്തെങ്കിലും ചെയ്ത് എനിക്ക് അടുത്തൊരു പേരിനെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ ഒരാളുണ്ട്, കിളിമാനാണ് സ്ഥലം. പുള്ളി ആദ്യം KSRTCയിലെ ഡ്രൈവറായിരുന്നു, സ്വിഫ്റ്റിലെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ നമ്പറൊക്കെ അയച്ചു തന്നു. ഞാൻ അവിടെ വെച്ച് തന്നെ ഇവനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. അളിയടാ ഇങ്ങനെ ഒരു ഇതുണ്ട്, നിനക്ക് എന്നോട് വരാൻ പറ്റുമോ? അപ്പോൾ അവനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ സെറ്റ് അളിയാ, നമുക്ക് പോവാം, നമുക്ക് അവിടെ എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്ന ഉടനെ കാണാൻ പോയത് ഇവനെ കണ്ട് ഞങ്ങളൊരു സ്കിറ്റ് നമുക്ക് അരുൺഹരി എഴുതി തന്നു. അതും കൊണ്ട് ഞങ്ങൾ ആദ്യം അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങൾ ആദ്യം വീഡിയോ സെലക്റ്റായി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്ടർ സ്ഥാനം മുമ്പിൽ നമ്മൾ കളിച്ച് കാണിക്കുന്നത് ആദ്യം ഒരു ഇതായിക്കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പേടി കാരണമാണെന്നൊന്നും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റി. അപ്പോൾ ഗ്രൂമേഴ്സ് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്ടർ സാറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ അടുത്തതിന് നല്ലതുപോലെ ഒരു കണ്ടന്റ് ചെയ്ത് നല്ലതുപോലെ നിങ്ങൾ വാ, എന്തായാലും
നിങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടരുത്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ 1 വർഷം തികയുന്നു, നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തു. ഡയറക്ടർ സാറിന് മുമ്പിൽ കളിച്ച് കാണിച്ചു. ഡയറക്ടർ സാർ വന്നപ്പോഴേ പുള്ളിക്ക് നമ്മളെ മനസ്സിലായി, അദ്ദേഹത്തിന് നമ്മളെ മനസ്സിലായി. നിങ്ങൾ ആ നേരത്തെ വന്നിട്ടുള്ളതിൽ നമ്മൾ സ്ക്രിപ്റ്റ് കളിച്ചപ്പോഴേ നമുക്ക് സാറ് പറഞ്ഞു നിങ്ങൾ പുറത്ത് നിന്നില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കാര്യം പറയാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ് ഞങ്ങൾ കഴിച്ച് പോയി കയ്യിൽ നിന്ന് പോയി, നേരത്തെ പോലെ സെലക്ട് ആയില്ല എന്ന് കരുതി. പക്ഷേ ഞങ്ങളുടെ അടുത്ത ഒരു ഗ്രൂമർ ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞു നിങ്ങളെ ഗ്രൂമർ സജിൻ പുനലൂര് ചേട്ടനെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. പുള്ളി ഏഷ്യാനെറ്റിന് കോമഡി സ്റ്റാർസ് ഒരുപാട് വർക്ക് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ പുള്ളി ആണ് നമ്മളെ ഗ്രൂമർ. ബമ്പർച്ചിരിയിലുണ്ട് പുള്ളി. അപ്പോൾ നിങ്ങൾ സെലക്ട് ആയടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം ഞാൻ എന്ത് ചെയ്യണം, കെട്ടിപ്പിടിച്ചിരുന്ന് കരച്ചിലും ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ആഗ്രഹമല്ലേ, എല്ലാവർക്കും അതേപോലെ ഒരു ആഗ്രഹം കാണും. അങ്ങനെ ഞങ്ങൾ ഗ്രൂമറിന്റെ മുമ്പിൽ പോയി. നമുക്ക് ഗ്രൂമർ സജിൻ ചേട്ടൻ്റെ മുമ്പിൽ നമ്മൾ കളിച്ച് കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞെന്താണ്, എടാ കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താറുണ്ട്, നമുക്കത് മാറ്റം വരുത്തി ചെയ്യാമെന്ന് പറഞ്ഞു. ഡയറക്ടർ സാധനം ഒന്ന് കണ്ടപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞു, എടാ സൂപ്പറായിട്ട് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസാണ്, നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ആ എന്താണ് പറയണമെങ്കിൽ ആ ഡയറക്ടർ സാറിനെ തന്നെ നമ്മൾ എടുത്തു പറയണം. അത്രയ്ക്കും എന്താണ് പുള്ളി ഒരു സപ്പോർട്ടാണ്. സാറ് മാത്രമല്ല, നമ്മുടെ ഗ്രൂമേഴ്സ് ആയാലും സജിനണ്ണനായാലും ബാക്കിയുള്ള ഗ്രൂമേഴ്സ് ആയാലും ആരായാലും, പിന്നെ വിനു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളിയും ഇതിന്റെ കോർഡിനേറ്ററാണ്, മെയിൻ കോർഡിനേറ്ററാണ് പുള്ളി. അദ്ദേഹത്തിനാണ് നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തത്. പുള്ളിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. എടാ നിങ്ങൾ അടുത്ത വീഡിയോ ഇടാ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അതിനുള്ള ഇതിലായിരുന്നു. ഞങ്ങളെ കൂടെ ഞങ്ങളെ എഴുതി തന്ന അരുൺഹരി ഡയറക്ടർ, അവനാണ് സത്യം. നമ്മൾ ഡയറക്ടർ എന്ന് പറയണമെങ്കിൽ നമ്മളെ ഡയറക്ടർ, നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അവൻ്റെ സ്കിറ്റ് തന്നെയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കളിച്ചത്. ഒരുപാട് അവിടെ എത്തിപ്പെടാൻ പറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ആദ്യം അയച്ചു കൊടുക്കുന്നത് വിനു എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരനാണ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ എന്തായാലും ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളും അതിനകത്ത് പുള്ളി വീഡിയോ അയച്ചു കൊടുക്കാൻ പറയുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം. ആരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇട്ട് തരാം. പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ എല്ലാവർക്കും പോകാൻ. സത്യം സാധാരണക്കാരൻ്റെ പരിപാടി തന്നെയാണ്. ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി. ഇനി പ്രത്യേകിച്ച് പറയേണ്ടത് ജഡ്ജസ് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ജഡ്ജസ്. സത്യം പറഞ്ഞാൽ നമ്മള് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് പിറകിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് വിളിച്ച് അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കാനും എല്ലാത്തിനും ഇറങ്ങിയായിരുന്നു. അപ്പോൾ നസീറൊക്കെ അല്ലേ, കോട്ടയം നസീറൊക്കെ എന്റെ പുന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞാൽ ജഡ്ജ് ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് മിണ്ടിയവര്. കോട്ടയം നസീറിക്കാൻ നമുക്ക് അറിയാം, പക്ഷെ നമ്മുടെ പുള്ളിക്കാരനെ അറിയില്ല. കാരണം നമ്മുടെ അടുത്ത് മിണ്ടോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പുള്ളി ഞങ്ങളുടെ അടുത്ത് എന്താണെന്ന് ചോദിച്ചത്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ്, ടെൻഷൻ സൂപ്പർ പൊളിക്കണം, ഒരു എന്ത് പറയുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അതുവരെ ടെൻഷനായിരുന്നു. പക്ഷെ ഇവരൊക്കെ വന്ന് സംസാരിച്ചപ്പോഴത്തേനും ടെൻഷൻ എല്ലാം പോയി കൂളായി. അപ്പൊ അതേപോലെ തന്നെ വേറെ 2 ജഡ്ജസും കൂടെ ഉണ്ട്. മഞ്ജു ചേച്ചി, നമ്മുടെ കാലാഫം നവാസിക്ക. നമ്മൾ ഇതിനെപ്പറ്റിക്ക് വിശാടിച്ചാട്ടില്ലായിരുന്നു, നവാസിക്ക ആയിരുന്നു. സത്യം പറയാലും മഞ്ജു ചേച്ചിയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നത്. അത് ഏത് ആൾക്കാർ അവിടെ സ്റ്റേജിൽ കയറിയാലും അവിടെ വെച്ച് കണ്ടാലും അതേപോലെയാണ്. അതിനെ കാർത്തിക് സൂര്യചേട്ടൻ പുള്ളി എടുത്ത് പറയേണ്ട വേറെ ലെവലാണ് പുള്ളിയൊക്കെ. നമുക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ആ ടെൻഷനും കാര്യങ്ങളും. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് എവന്റെ അടുത്ത് വന്ന് നവാസിക്ക് അവിടെ ഇരിക്കുകയായിരുന്നു. നവാസിക്ക് പറഞ്ഞ് ടെൻഷനൊന്നും ആവണ്ട, കളിച്ച് കയറിക്കോന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ നമ്മളെ കാർത്തിക് സൂര്യചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു ടെൻഷനും വേണ്ട, സൂപ്പർ, കളിച്ച് കയറിക്കോ. അത്രയ്ക്കും സപ്പോർട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോവേണ്ട ഒരേ ഒരു ഇതാണ് മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയണത്. അപ്പോൾ എന്തായാലും നമ്മൾ വലിച്ചു നീട്ടല്ല. ഇന്നലെ രാത്രി 9:30 ഞങ്ങളെ പ്രോഗ്രാം TV-യിൽ ടെലികാസ്റ്റ് ചെയ്തു. ഒരുപാട് പേരും, അത് നമ്മുടെ നാട്ടുകാരായാലും കൂട്ടുകാരായാലും പുറത്തുള്ള ആൾക്കാർ എല്ലാവരായാലും നമ്മളെ വീഡിയോ കണ്ടു, സപ്പോർട്ട് ചെയ്തു. എന്തായാലും ഇവന്റെ ബസ്, പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ്. ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളും ഇന്നലെ രാത്രി തന്നെ എല്ലാ ബസ്സിലും 15 ബസ്സുണ്ട്. ആ 15 ബസ്സിലും എല്ലാരും ഫ്ലെക്സ് കിട്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മളെ ബസ്സിലെ സ്റ്റാഫുകളോടെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ണികൃഷ്ണൻ ബസ്, ഞാൻ ബസ്സിൽ ഈ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വന്ന് ഇന്നലെ അവരെല്ലാരും ഫ്ലെക്സ് ഒക്കെ അടിച്ച് എല്ലാ വണ്ടിയിലും ഇന്നിപ്പം കെട്ടി എല്ലാ വണ്ടിയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ബസ്
അറിയായിരിക്കും, നമ്മളിവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ണികൃഷ്ണൻ ബസ്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ സാർ രഞ്ജിത്ത് സാറ്, സാറിനോട് തന്നെ വലിയൊരു സാർ അത് കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ അടുത്ത് തീർത്താ കടപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരു വേദിയിൽ ഞങ്ങളെ സെലക്ട് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നതും ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു അവസരം തന്നതിന് വലിയൊരു നന്ദിയുണ്ട്. സാറ് പറഞ്ഞു അടുത്ത തന്നെ നിങ്ങൾ നല്ലൊരു ബമ്പറിൻ്റെ സ്കിറ്റായിട്ട് വരിക, എന്തായാലും നിങ്ങൾക്കുള്ള വേദി ഇവിടെ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോകത്തില്ല. ഞങ്ങളെന്തായാലും ഒരു പുതിയ സ്കിറ്റിന് ഞങ്ങളെ കൂട്ടുകാരെ അതായത് അരുൺഹരി സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്തായാലും അടുത്തതിന് പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്താത്ത ബമ്പറിൻ്റെ സ്കിറ്റ് തന്നെ കൊണ്ടുപോകും. അതിൻ്റെ പണിപ്പുരയിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത വിനിച്ചേട്ടനും പിന്നെ നമ്മളെ ഗ്രൂമർ വിജിൻ ചേട്ടൻ മാത്രമല്ല ഗ്രൂമേഴ്സ് എല്ലാം വിജിൻ ചേട്ടനുണ്ട് പിന്നെ വിനിച്ചേട്ടൻ, പിന്നെ നമ്മൾ പ്ലേ ചെയ്ത് നമ്മളെ സജി സബാൻ ചേട്ടന് പ്രത്യേകം നന്ദി. ഞങ്ങൾ ഇത്രയും ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ച് എടുത്ത നമ്മളെ സജി സബാൻ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ നമുക്ക് പ്രോത്സാഹനം തന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി.